ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ പ്രത്യാക്രമണം തുടങ്ങിയിട്ട് 87 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഒരു പുതുവർഷ പുലരി കൂടി വരുമ്പോൾ ഗസയ്ക്ക് ആശ്വസിക്കാനായി നിലവിലൊന്നുമില്ല. മധ്യസ്ഥ ശ്രമങ്ങൾ അല്ലെങ്കിൽ അത്തരം വെടിനിർത്തൽ ചർച്ചകൾ അതിലൊന്നും പ്രതീക്ഷ അർപ്പിക്കാനുള്ള ഒരു സമയമായിട്ടില്ല എന്നാണ് കരുതുന്നത്. അത്തരം പ്രതീക്ഷ അർപ്പിക്കുന്ന വാർത്തകളൊന്നും അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് വരുന്നുമില്ല. പ്രമോദ് സർ, അതായത് 87 ദിവസങ്ങൾ നിരന്തരമായ ആക്രമണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഗസ. 21,000-ലധികം ആളുകൾ ഇതുവരെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പുതുവർഷ ദിനമാണ്, എല്ലാവരും വലിയ ആഘോഷത്തിലായിരുന്നു. പുതുവർഷമൊക്കെ ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടു. ഗസയിൽ ഇന്നലെ രാത്രിയും 100-ലധികം ആളുകൾ, കുഞ്ഞുങ്ങളടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഗസയിലേക്ക് സമാധാനം എത്തിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഈ പുതുവർഷത്തിലെങ്കിലും നമുക്ക് വെക്കാൻ കഴിയുമോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കങ്ങൾ നടക്കുന്നതായൊന്നും ശ്രദ്ധയിൽപ്പെടുന്നില്ല. ഇങ്ങനെ തന്നെ തുടരാനുള്ള സാധ്യതകളാണോ? ജിൽസി, അതിൽ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ തന്നെ ഇനി ആരുടെ പ്രതീക്ഷയാണ് എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ മനസ്സിൽ ഉയരുന്നത് സത്യത്തിൽ. കാരണം 2 ലക്ഷത്തിൽ പരം വരുന്ന ഗസ ജനത, അതെ അതെ അത്രയും വരുന്ന അവരുടെ അതിൽ എത്രത്തോളം ആളുകളാണ് ശരിക്കും പ്രതീക്ഷാ നിർഭരരായി ഇനി ബാക്കി ഉണ്ടാവേണ്ടത്. ഈ 21,000 എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ അത് വെറും കണക്കാണ്, അല്ലേ? ഒരു നമ്പർ മാത്രമാണ്. യഥാർത്ഥത്തിൽ അത് മരണത്തിൻ്റെ തോത് കണക്കാക്കി കഴിഞ്ഞാൽ രാജ്യത്ത് തന്നെ ഒരു വേൾഡ് വാർ സെക്കൻഡ്, 2ാം ലോക യുദ്ധത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള സിവിലിയൻ ഡെത്തിനേക്കാളൊക്കെ വളരെ വലിയൊരു സംഖ്യയാണത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ ഇപ്പം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, അല്ലേ? ഒരു കൂട്ടക്കൊല എന്ന നിലയിൽ നമ്മുടെ മനസ്സിൽ വരുന്നത് അതാണ്, അല്ലേ? ഒരു കൂട്ടം ആളുകളെ വെടിവെച്ച് കൊന്നു എന്നുള്ള സംഗതി വരെ എത്ര പേര് മരിച്ചിട്ടുണ്ടാവുമെന്നാണ് ജിൽസിയുടെ ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ചിന്തയിൽ. എനിക്കതിനെപ്പറ്റി ഊഹിക്കാതെ. അതെ, നമ്മൾ ചിന്തിക്കണം. നമ്മൾ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 500-1000 ഇടയിലുള്ള ആളുകൾ, 1500 വരെ എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. നമ്മുടെ മനസ്സിൽ തന്നെ ഏറ്റവും ഭീകരമായ ഒരു കൊലയായിട്ട് നമ്മൾ കിടക്കുന്നതിനകത്ത് വളരെ സിവിയർ ആയിട്ടുള്ളൊരു കൂട്ടക്കൊല എന്ന നിലയിൽ നമ്മുടെ മനസ്സിൽ കിടക്കുന്നതാണ്. അപ്പോൾ അവിടെയാണ് 21,000-ൽ പരം ആളുകളെ കൂട്ടക്കൊല ചെയ്തിരിക്കുന്ന ഒരു സംഗതി 87 ദിവസം കൊണ്ടുണ്ടായി എന്ന് നമ്മൾ പറയുന്നത്. 87 ദിവസം വളരെ കുറഞ്ഞ കാലയളവാണ് ഒരു യുദ്ധത്തെയൊക്കെ സംബന്ധിച്ച്. ഒരു യുദ്ധം, അതാണ് ഞാൻ 2ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പറഞ്ഞത്. അത്രയും നീണ്ട കാലയളവിലുണ്ടായതിനേക്കാൾ 10,000 മറ്റോ ആണ് സിവിലിയൻ കാഷ്വാലിറ്റി ആയിട്ട് പറയുന്നത് ആ സമയത്ത്. അതിൻ്റെയൊക്കെ ഇരട്ടി കടന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു വശത്ത് അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന ഈ ആക്രമണ രാഷ്ട്രം, ഈ ആക്രമിക്കുന്ന ഈ രാഷ്ട്രം മുന്നിൽ കാണുന്ന ലക്ഷ്യം എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു വിവരവുമില്ല, ഒരു ധാരണയും ഇല്ലാതിരിക്കുന്ന സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ടെന്ന് ഓർക്കണം. അവർ ഏതുവരെയാണ് പോവുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയില്ല. അവർക്ക് തന്നെ ധാരണയില്ല എന്നുള്ളതാണ്. അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്, നെതന്യാഹുവിൻ്റെ ഇന്നലത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ഞങ്ങൾ ഇനിയും മാസങ്ങളോളം നീളുമെന്നാണ്. IDF-ൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത് 2024 മുഴുവൻ ഞങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും ചിലപ്പോൾ എന്നാണ്. എന്തിനു വേണ്ടിയാണ്? അതാണ് വലിയ, ഹമാസിനെ ഇല്ലാതാക്കാനാണ്. ഹമാസിനെ ഇല്ലാതാക്കുക എന്ന നിലയിലാണ് പറയുന്നത്. ഹമാസ് എങ്ങനെ ഇല്ലാതാകും? ഈ ചോദ്യങ്ങളൊക്കെ ഇല്ലേ, ഹമാസ് എങ്ങനെ ഇല്ലാതാവും? കാരണം നിങ്ങൾക്ക് അവരുടെ ഒരുപക്ഷെ ഈ ഖസം ബ്രിഗേഡിൻ്റെ ആസ്ഥാനം ബോംബിട്ട് തകർക്കുക, അല്ലെങ്കിൽ അവരുടെ നേതാക്കളെ ഇല്ലാതാക്കുക, ഇങ്ങനെയുള്ള വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ചില ലക്ഷ്യങ്ങളോടെയാണെങ്കിൽ അത് സംഭവിക്കുന്നു എന്ന് നമുക്ക്, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കുമെന്ന് നമുക്ക് ഒരുപക്ഷെ കരുതാൻ കഴിയും. ഇതല്ല സാഹചര്യം. വളരെ അമൂർത്തമായൊരു സാഹചര്യത്തിലാണ് ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ പേരിൽ നിരപരാധികളായ ജനങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ പറയുന്ന എന്താ പറയുക, അനന്തമായി നീളുമെന്ന് പറയുന്ന യുദ്ധത്തിൻ്റെ അവസാനവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആരുമായിട്ടാണ് ഇവർ നെഗോഷിയേഷന് പോവേണ്ടത്? അപ്പോഴും ഹമാസ് എന്ന പേരിൽ തന്നെയായിരിക്കും ഇവർക്ക് ചർച്ച ചെയ്യേണ്ടി വരിക. എന്ന് വെച്ചാൽ എന്താണ്? ഹമാസ് ഇല്ലാതാകുന്നില്ല എന്ന് തന്നെയാണ്. ഇപ്പം ഇതിനകം തന്നെ ഇടയ്ക്ക് ഒരാഴ്ചയോളം ബ്രേക്ക് വന്നല്ലോ. ഈ ഇടവേള, യുദ്ധത്തിനൊരു ഇടവേള വന്നത് ആരുമായിട്ട് ഉള്ള ചർച്ചയിലൂടെയാണ്? സ്വാഭാവികമായിട്ട് ഹമാസുമായിട്ടാണ്. അപ്പോൾ ഹമാസ് ഇല്ലാതാവുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവമില്ല. അതൊരു അമൂർത്തമായ ആശയമാണ് എന്ന് നമ്മൾ കാണണം. ഏറ്റവും ഒടുവിൽ പോലും ഈ യുദ്ധം അവസാനിക്കുന്ന ഘട്ടത്തിൽ പോലും അവർക്ക് ഒരുപക്ഷെ ഒരു നെഗോസിയേഷൻ നടത്തേണ്ടി വരിക ഹമാസുമായിട്ടാണെന്നുള്ളതാണ് അവിടുത്തെ സാഹചര്യം, ഗസയുടെ സാഹചര്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഹമാസിനെ ഇല്ലാതാക്കി ഉടനെ തന്നെ ഫത്തായെ ഭരണം ഏൽപ്പിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ആലോചിച്ച
മണ്ടന്മാർ എന്ന് പറയേണ്ടി വരും നമ്മൾ അവരെക്കുറിച്ച്. അവരുടെ മുന്നിലാണ് ഈ സംഭവം ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴും പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള കൺസേൺസ് അവർക്കുണ്ട്. അവരുടെ നാട്ടിൽ അവരുടെ എക്കോണമിയെ ബാധിച്ചു കഴിഞ്ഞു, നല്ല തോതിൽ ബാധിച്ചു കഴിഞ്ഞു, ടൂറിസത്തെ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ വലിയ തോതിൽ ഇപ്പോൾ എതിരായിട്ട് ഇപ്പോൾ നേരത്തെ തന്നെ അവിടെ നെതന്യാഹു കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ചില ജുഡീഷ്യൽ റിഫോംസ് ഒക്കെ ഉണ്ട്. ആ റീഫോംസിനെതിരെ അവിടെ ചെറിയ സമരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ യുദ്ധത്തിലേക്ക് നീങ്ങുന്നത്. അത് പുനരാരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ യുദ്ധം എന്ന് പറയുന്ന ഈ സംഗതി കൊണ്ട് എല്ലാം ഒരു നാഷണൽ പിന്നെ വികാരമുണ്ടാക്കി, ദേശീയ വികാരമുണ്ടാക്കി ഇസ്രായേലിൽ എല്ലാവരും പിന്നെ നെതന്യാഹുവിൻ്റെ കൂടെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം പോലും ഇല്ലാതായിട്ടുണ്ട്. അതുപോലും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഒരുപക്ഷെ നീണ്ട് അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാനും സാധിക്കില്ല. പക്ഷെ അന്തിമമായി അവിടെ ഹമാസ് തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതില്ലാതാക്കിക്കൊണ്ടുള്ള ഒരു യുദ്ധം എന്നുള്ളത് ഇസ്രായേലിൻ്റെ സ്വപ്നങ്ങൾ മാത്രമായിരിക്കും എന്ന് തന്നെയാണ് ഇതുവരെയുള്ള റീഡിങ്ങുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രയധികം ജീവനാശം സംഭവിക്കുന്നു എന്നത് മാത്രമേ അന്തിമമായി നമുക്ക് പ്രതീക്ഷിക്കാനുള്ളൂ. നിഷാദ്, അതാണ് ഹമാസിനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഒരു ആശയത്തെ പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ടൊരു യുദ്ധം അവസാനിപ്പിക്കാമെന്നുള്ളൊരു മോഹമാണ് ഇസ്രായേലിന്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് ഇസ്രായേൽ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ രീതിയിലാണ് യുദ്ധം മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒടുവിൽ ഇസ്രായേൽ എങ്ങനെയായിരിക്കും ഇത് അവസാനിപ്പിക്കുക? ജിൽസി 2024 നമ്മൾ കടന്നു വരുമ്പോൾ ഒരു പുതിയ വർഷത്തിൽ എല്ലാവരും പറയുന്ന ഒരു വാചകം പ്രതീക്ഷകളുടെ, പ്രത്യാശകളുടെ പുതിയൊരു മത്സരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്നതാണ്. അപ്പോൾ ഫലസ്തീനെ സംബന്ധിച്ചും അവർക്ക് പ്രത്യാശയുടെ വർഷമാണെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു സംഗതി. കാരണം അവർ ഈ 87 ദിവസം നീണ്ടിട്ടുള്ള അവരുടെ പോരാട്ടം, അവരുടെ സഹനം ഫലസ്തീൻ രാഷ്ട്രം എന്ന ആശയത്തിലേക്ക്, ഫലസ്തീനും സമാധാനം എങ്കിൽ നിങ്ങൾക്കും സമാധാനം എന്ന അടിസ്ഥാന സംഹിതയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. 87 ദിവസത്തെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തികളൊന്ന് അവരോട് 22 ലക്ഷം നിരായുധരായ മനുഷ്യരോട് യുദ്ധം ചെയ്തിട്ട് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ലോകം ഫലസ്തീൻ അനുകൂലമായി ചിന്തിക്കുകയും ഒരു ഫലസ്തീൻ രാഷ്ട്രമാണ് പരിഹാരമെന്ന് പറയാൻ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. സങ്കടം, നിരാശ എന്നതൊക്കെ നമുക്ക് 2023 പിന്നിടുമ്പോൾ ഉണ്ട്. 5.5 ലക്ഷത്തിലധികം ആളുകൾ പട്ടിണി കിടക്കുന്നു, കൊടും പട്ടിണിയെ അനുഭവിക്കുകയാണ്. 190 ട്രക്കുകൾ മാത്രമാണ് ഒരു ദിവസം ഇസ്രായേൽ അനുവദിക്കുന്നത്. 10% ആളുകൾക്ക് പോലും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫുഡ് കിട്ടാത്ത അങ്ങേയറ്റം അപകടകരമായ സാഹചര്യം അവിടെയുണ്ട്. കുഞ്ഞുങ്ങൾ അവസാനത്തെ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത്, കിട്ടാതെ വരുമ്പോൾ പൊട്ടിക്കരയുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിനിടയിലും അവരുടെ ഫൈറ്റ് അവർ തുടരുകയാണ്. ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യാം, ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന് അവരെവിടെയും പറയുന്നില്ല എന്നാണ്. 2024 ഇതിനകത്ത് ചില ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റുന്നു എന്ന് പറയാൻ കാര്യം, അമേരിക്ക അവരുടെ പടക്കപ്പലുകളൊന്ന് തിരിച്ചു വിളിക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. റിസർവ് പട്ടാളത്തിൽ നിന്ന് നല്ല വിഭാഗം ആളുകളെ തിരിച്ചു വിളിക്കാൻ ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിലിറ്ററി സ്ട്രാറ്റജിയുടെ ഭാഗമാണെന്ന് ചോദിച്ചാൽ ആ നിലയ്ക്കുള്ള സമ്മർദ്ദം ഇസ്രായേൽ അനുഭവിക്കുന്നുണ്ട്. ഇസ്രായേലി പത്രങ്ങളായിട്ടുള്ള ഹാരറ്റ്സ് അല്ലെങ്കിൽ ജെറൂസലേം പോസ്റ്റ്, ഹാരറ്റ്സിന് കുറച്ച് വിമത സ്വഭാവം ഉണ്ടെന്ന് വെക്കാം. ജെറൂസലേം പോസ്റ്റ് ഒരു റൈറ്റ് വിങ് പത്രമാണ്, സർക്കാരിന് വേണ്ടി എഴുതുന്ന പത്രമാണ്. ആ പത്രം പറയുന്നു നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്. എന്താണ് പ്രശ്നം? ഒന്നാമത്തേത്, ഈ റിസർവ് ബറ്റാലിയനെ മുഴുവൻ തിരിച്ചു വിളിക്കേണ്ടത്. റിസർവ് ബറ്റാലിയൻ എന്ന് പറഞ്ഞാൽ ആരാണ്? എല്ലാവർക്കും സൈനിക സേവനം നിർബന്ധിതമാക്കിയ നാടാണ് ഇസ്രായേൽ. അവിടെ പലതരം ജോലികൾ ചെയ്യുന്ന ആളുകളാണ് റിസർവ് ബറ്റാലിയനിൽ വന്ന് ഇവിടെ കിടക്കുന്നത്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരുടെ മാതാപിതാക്കൾ, അവരുടെ കുടുംബങ്ങൾ ഉണ്ടാക്കുന്ന പ്രഷർ വലിയതാണ്, സർക്കാരിന് താങ്ങാൻ കഴിയാത്ത പ്രഷറാണ്. അവരെ തിരിച്ചു വിളിക്കണം. എന്തുകൊണ്ട് തിരിച്ചു വിളിക്കണം? നമ്മുടെ പട്ടാളം, അവിടെ ഗസയിൽ പ്രവേശിച്ച പട്ടാളം വലിയ ദുരന്തത്തെ അഭിമുഖീകരിക്കുകയാണ്. അവിടെ കൊല്ലപ്പെടുന്ന പട്ടാളക്കാർ, പരിക്കേറ്റ പട്ടാളക്കാർ, ആജീവനാന്തമായി ശരീരത്തിൻ്റെ ഭാഗങ്ങൾ തകർന്നു പോയ പട്ടാളക്കാർ, ഇങ്ങനെ 3 കാറ്റഗറിയിലാണ്. അങ്ങനെ വരുന്ന പട്ടാളക്കാരുടെ ഡെഡ് ബോഡി കാണുന്ന, ജീവിതാവസാനം വരെ അംഗവൈകല്യമുള്ളവരാക്കപ്പെടുന്ന പട്ടാളക്കാരെ കാണുന്ന ആളുകൾ വലിയ ട്രോമയെ അനുഭവിക്കുകയാണെന്ന് അവിടുത്തെ ഏജൻസികൾ, റിപ്പോർട്ടുകൾ പറയുന്നു. അവിടെ നിന്ന് അതിജീവിച്ചു വരുന്ന പട്ടാളക്കാരെ കൗൺസിലിംഗിന് വിധേയനാക്കുമ്പോൾ അവർ ചോദ്യോത്തരവേളയ്ക്കിടെ അലറുകയും ബഹളം വയ്ക്കുകയും ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്ന അവിടെ നിന്നുള്ള ട്വിറ്റർ ഹാൻഡിൽ റിപ്പോർട്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ എന്താണ്? ഇസ്രായേൽ പട്ടാളത്തിനും ഇസ്രായേൽ ജനതയ്ക്കും ലോകത്തെ ഏറ്റവും സുരക്ഷിതരായ ജനസമൂഹവും പട്ടാളവും ഞങ്ങളാണെന്ന് വിചാരിച്ചത് ഇരുന്ന സ്ഥലത്ത് നിന്ന് അവർക്ക് വലിയ തിരിച്ചടി, സെറ്റ് ബാക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഈ പറയുന്ന ആളുകളെ മുഴുവൻ കൊണ്ടുപോയിട്ട് നശിപ്പിക്കണമെന്ന സമ്മർദ്ദം, വലിയ വോട്ടിംഗ് ഗ്രൂപ്പായിട്ടുള്ള ഈ പറയുന്ന റിസർവ് ബറ്റാലിയൻ്റെ കുടുംബാംഗങ്ങൾ ഉണ്ടാക്കുന്ന സമ്മർദ്ദം കൊണ്ട് ഇവരെ തിരിച്ചു വിളിക്കാൻ ഇസ്രായേൽ നിർബന്ധിതമാവുകയാണ് എന്നുണ്ട്. പിന്നെ നേരത്തെ സാർ ചൂണ്ടിക്കാണിച്ച പോലെ ഇത്രയും ദിവസങ്ങളായിട്ട് ഈ ബറ്റാലിയനെ മുഴുവൻ കൊണ്ട് അവിടെ ഇട്ടിരിക്കുകയെന്ന് വെച്ചാൽ ബാക്കി എല്ലാ മേഖലകളും അതിനെ അനുഭവിക്കുകയാണ്. ടൂറിസം അനുഭവിക്കുന്നുണ്ട്, അവരുടെ IT മേഖല അനുഭവിക്കുന്നുണ്ട്, മറ്റെല്ലാ വ്യവസായ മേഖലകളും ഇതിൻ്റെ പ്രശ്നങ്ങളെ അനുഭവിക്കുകയാണ്.
ഹൂത്തികൾ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് തുറമുഖ ഓപ്പറേഷൻ വൃത്തിയായി നടന്നുകൊണ്ടിരുന്നതാണ്, അത് പ്രശ്നം അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ ഇസ്രയേലിൻ്റെ ഒരു സാധാരണ നടന്നു പോകലിനെ എല്ലാ അർത്ഥത്തിലും ഈ യുദ്ധം ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ അവർക്ക് ഈ പറയുന്ന പട്ടാളക്കാരെ തിരിച്ചു വിളിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. രണ്ടാമത്തേത്, ജെറുസലേം പോസ്റ്റ് തന്നെ പറയുന്നുണ്ട്, വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് അമേരിക്ക നമുക്ക് വേണ്ടി വീറ്റോ ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. രണ്ടാമത്തേത്, അമേരിക്ക നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആയുധങ്ങൾ തരുന്നുണ്ട്. പക്ഷേ അമേരിക്ക അതിനൊപ്പിച്ചോ അതിന് മുകളിലോ നമുക്ക് മേൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. അത് അമേരിക്കയ്ക്ക് മേൽ വരുന്ന സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദത്തെ അതിജയിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അമേരിക്ക ഇപ്പോൾ എന്തിനാ കപ്പൽ വിഡ്രോ ചെയ്യുന്നതിനാണ്? ആ സമ്മർദ്ദം കൊടുക്കാനാണ് അറ്റ് എ ടൈം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു വലിയ അതിക്രിയൊന്നും കാണിക്കുന്നില്ല, ഞങ്ങളൊരു മിനിമൽ ലൈനിൽ യുദ്ധമാണ് നടത്തുന്നതെന്ന് സ്ഥാപിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ പട്ടാളത്തെ തിരിച്ചു വിളിക്കുകയും നമ്മൾ കുറച്ചൊന്ന് സ്ട്രാറ്റജി മാറ്റാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കേണ്ട കാര്യം. ദെൻ ഈ യുദ്ധം എപ്പോഴാണ് അവസാനിക്കുക? നമ്മുടെ ടാർഗറ്റിലേക്ക് നമ്മൾ എത്ര ദൂരം ചെന്ന് കഴിഞ്ഞിട്ടുണ്ട്? ഏതു മാസം കൊണ്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയും എന്നതിൽ ജനങ്ങളോട് സത്യം പറയാൻ, ജനങ്ങളോട് ക്ലാരിറ്റി കൊടുക്കാൻ ഇപ്പോഴും നമ്മുടെ ഭരണകൂടത്തിനോ IDF ലീഡർഷിപ്പിനോ കഴിയുന്നില്ല എന്ന് പത്രം വിമർശിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ അന്തമില്ലാത്ത ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് വലിയ തോതിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ വലിയ സെറ്റ് ബാക്ക് ഉണ്ടാക്കുന്നതെന്നാണ് അവർ കണ്ടെത്തുന്ന കാര്യം. മറ്റൊന്ന്, ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് യുദ്ധക്കുറ്റമാണ് ഈ നടക്കുന്നത്. ഈ യുദ്ധക്കുറ്റം നിർത്താൻ, അടിയന്തരമായി നിർത്താൻ ICJ ഉത്തരവിടണമെന്നാണ് അവരുടെ ആവശ്യം. ഹാരിഡ്സ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഇസ്രായേലിലെ ഒഫീഷ്യൽസിനെല്ലാം നല്ല ആശങ്ക അതിനെക്കുറിച്ചുണ്ട്. കാരണം കോർട്ട് ഓഫ് ജസ്റ്റിസ് നിങ്ങൾ ഈ ചെയ്യുന്നത് വാർ ക്രൈമാണ്, ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് അവസാനിപ്പിക്കേണ്ടി വരും. അത് ഇസ്രായേലിന് ലോകത്തുള്ള അക്സെപ്റ്റൻസിൻ്റെ കാര്യത്തിലും വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാക്കും. കാരണം ഇതൊരു വാർ ക്രൈമാണെന്ന് കണ്ടെത്തുക സിമ്പിൾ ആൻഡ് ഈസിയാണ്. നോക്കൂ, എന്താണ് ഈ പറഞ്ഞ ജനോസൈഡ് കൺവെൻഷനുകൾ, ജനീവ കൺവെൻഷൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളുടെ മൊത്തം ലംഘനമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആശുപത്രി ആക്രമിക്കാൻ പാടില്ല. 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയുടെ ഒരു മാതാവ് ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെടാൻ പാടില്ല. കുഞ്ഞുങ്ങളും വൃദ്ധരും അവരെ കൊണ്ട് അവരുടെ ക്യാമ്പുകൾ ആക്രമിക്കാൻ പാടില്ല. ഇതൊക്കെ ജനീവ കൺവെൻഷൻ എടുത്തു പറയുന്ന നിർദ്ദേശങ്ങളാണ്. ഇനി പോട്ടെ, എന്തെങ്കിലും ഒരു സൈനിക ഓപ്പറേഷൻ നടക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു ആശുപത്രി ആക്രമിക്കേണ്ടി വന്നു എങ്കിൽ നിങ്ങളത് ജസ്റ്റിഫൈ ചെയ്യണം. എന്തിനാണ് നിങ്ങൾ ആശുപത്രി ആക്രമിച്ചത്? അവിടെ നിങ്ങൾക്ക് എത്ര തീവ്രവാദികളെ പിടിക്കാൻ പറ്റി? അവിടെ നിങ്ങൾക്ക് വെപ്പൺസ് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ നടത്തിയ അൽ-അഹ്ലി ആശുപത്രിയിൽ നടത്തിയ ആക്രമണം, അർദ്ധരാത്രി നടത്തിയ 500 പേരെ കൊന്ന ആക്രമണം മുതൽ ഇങ്ങോട്ട് ഈ ഷിഫയിൽ നിന്ന് അടക്കം നടത്തിയ എല്ലാ ആശുപത്രി ആക്രമണങ്ങളും നിരപരാധികളെ കൊന്നതല്ലാതെ അവിടെ ഹമാസിൻ്റെ ഒളിത്താവളം ഉണ്ടെന്നോ ടണലുണ്ടെന്നോ ഞങ്ങളുടെ ഈ വാർ ക്രൈമിനൊരു കാരണമുണ്ടെന്നോ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിൽ നോക്കിയാലും ഈ പറയുന്ന എന്താണ് ഈ സെറ്റിലേഴ്സ് നടത്തുന്ന അതിക്രയമുണ്ടല്ലോ, വേറൊരു രാജ്യത്ത് കയറി അവിടെ നിന്ന് ഭൂമി പിടിച്ചെടുത്ത് അവിടുത്തെ ആൾക്കാരെ വെടിവെച്ചില്ല. 2 ലക്ഷം പേർക്കാണ് സാധാരണക്കാർക്ക് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് തോക്ക് ഉപാധികളില്ലാതെ വിതരണം ചെയ്തിരിക്കുന്നത്. ഈ തോക്കുമായിട്ട് ആളുകൾ ഷോപ്പിംഗ് മാളിലും റോഡിൽ ഇറങ്ങി നടന്ന് കണ്ടിക്കണ്ടവരൊക്കെ വെടിവെച്ചു കൊല്ലുകയാണ്. അത് ഇസ്രായേലിൻ്റെ മാത്രം നിയമമാണ്. വേറൊരു രാജ്യത്ത് കടന്നു കയറി ഭൂമി പിടിച്ചെടുക്കാൻ അന്താരാഷ്ട്ര നിയമം അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല UN പ്രമേയത്തിന് അതെതിരാണ്. അങ്ങനെ ഏതർത്ഥത്തിൽ നോക്കിയാലും വാർ ക്രൈം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഈ ദക്ഷിണാഫ്രിക്ക കൊണ്ടുവന്നിരിക്കുന്ന ഈ പരാതി പരിഗണിക്കുകയും ഈ വാർ ക്രൈം നിങ്ങളിപ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്നൊരു സ്റ്റോപ്പ് മെമ്മോ വന്നാൽ പോലും ഇസ്രായേലിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ്. സോ അത്തരമൊരു സാഹചര്യത്തെ ഡൈല്യൂട്ട് ചെയ്യാനാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ട് ഇപ്പോൾ ഈ തരത്തിലുള്ള പിന്മാറ്റങ്ങൾ നടത്തുന്നത്. ശരിയാണ്, 22,000 മനുഷ്യർ കൊല്ലപ്പെട്ടു. 22 ലക്ഷം മനുഷ്യരുള്ള ഒരു നാട്ടിൽ മാരകമായ ബോംബിംഗ് നടത്തി 22,000 പേരെ കൊല്ലുക എന്നത് 1% മനുഷ്യരെ കൊല്ലലാണ്. 2ാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനിയിലെ നഗരങ്ങളിലാകെ ഇട്ടതിനേക്കാൾ കൂടുതൽ ബോംബുകൾ ഇതുവരെ ഗസയ്ക്ക് മേൽ വർഷിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 90% കെട്ടിടങ്ങളും തകർത്തു. അവരുടെ റോഡുകളും കളിസ്ഥലങ്ങളും ആശുപത്രികളും സർവ്വതും തകർത്തു. ഇനി ഒരാളും മടങ്ങി വന്ന് സ്വൈര്യജീവിതം, സ്വസ്ഥ ജീവിതം, സാധാരണ ജീവിതം അവിടെ നടത്താൻ പാടില്ല എന്ന ദീർഘമായ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും അവർ ആ യുദ്ധത്തിൽ കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ ആ സഹനം, അവരുടെ ആ നഷ്ടം, അവർ വീഴ്ത്തിയ ചോര ആത്യന്തികമായി സ്വതന്ത്ര രാഷ്ട്രം, അഭിമാന ജീവിതം എന്ന അവരുടെ ആവശ്യത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്നുണ്ട്. സോ ഞാൻ പറയുന്നത് 2024 എന്ന വർഷം പ്രതീക്ഷകളുടെ വർഷമാണെന്ന് ലോകത്ത് മനുഷ്യർ പറയുന്നെങ്കിൽ ആ പ്രതീക്ഷയുടെ ഒന്നാമത്തെ സംഗതി ഫലസ്തീൻ രാഷ്ട്രം എന്ന ആശയമായിരിക്കണം. അത് മുന്നിൽ വെച്ചുകൊണ്ട് ചർച്ച നടത്താതെ ഇനി പോകാൻ കഴിയില്ല. എക്കാലത്തും ഈ പറയുന്ന അയൺ ഡോമിൻ്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന സർവൈലൻസ് ക്യാമറകളുടെയും കയ്യിലുള്ള മർക്കേവ ടാങ്കിൻ്റെയും തോക്കിൻ്റെയും ബലത്തിൽ കിടന്നുറങ്ങാൻ കഴിയില്ല എന്നും അങ്ങനെ ഒരു സ്വസ്ഥത സാധ്യമല്ലെന്നും ഇസ്രായേലിന് മനസ്സിലായിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. അമേരിക്കയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ഇസ്രായേലിനോട് ബാന്ധവം സ്ഥാപിച്ച് ഗസയെ മറന്നു കളയാമെന്ന് വിചാരിച്ച ഫലസ്തീൻ്റെ സഹോദര രാഷ്ട്ര ഭരണാധികാരികൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആ നിലയ്ക്കൊക്കെ അതൊരു നേട്ടമാണ്. നേരത്തെ സാർ പറഞ്ഞ പോലെ എല്ലാ സ്വാതന്ത്ര്യ സമരങ്ങളും നമ്മൾ വല്ലാതെ പേ ചെയ്തിട്ടാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നമ്മൾ ഒരുപാട് മനുഷ്യന്മാർ കൊല്ലപ്പെട്ട, ഒരുപാട് മനുഷ്യന്മാർ പീഡിപ്പിക്കപ്പെട്ട ഒരു സമരത്തിലൂടെ നേടിയ ഒന്നാണ്. നമ്മളത് നേരിട്ട് അനുഭവിക്കാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ ഒന്ന് കാണുന്നു. അപ്പോൾ വീണ്ടും വീണ്ടും പറയുന്നത്, പോരാടുന്ന മനുഷ്യർ, സഹിക്കുന്ന മനുഷ്യർ,
വീണു പോകാത്ത മനുഷ്യർ, അവരാണ് സ്വാതന്ത്ര്യത്തെ കൊണ്ടുവന്നത്. നമുക്ക് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്ക് വേദന ഉള്ളപ്പോൾ തന്നെ, വേദന ഉണ്ടാക്കുന്ന കാര്യം ഉള്ളപ്പോൾ തന്നെ ഒരു കോസിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. ആ സമരം ജയിക്കട്ടെ ഈ വർഷമെങ്കിലും. തീർച്ചയായും അല്ലേ? അതെ, നാക്ക് പൊന്നാവട്ടെ. എന്തായാലും വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര സമ്മർദ്ദം, ഈ ആക്രമണങ്ങളുടനീളം ഇസ്രായേൽ നേരിട്ട തിരിച്ചടികൾ, ഇതൊക്കെ മാറി ചിന്തിക്കാൻ ഇസ്രായേലിന് പ്രേരകമാകുമെന്ന് കരുതാം. എന്തായാലും ഈ പുതുവർഷ ദിനത്തിൽ ഗസയുമായി ഐക്യദാർഢ്യപ്പെടുകയാണ്.